വ്യാപാരത്തിലൂടെ കേരളത്തെ ഇസ്ലാമവൽക്കരിക്കാം. ലോകത്തെ മുഴുവൻ ഇസ്ലാമവൽക്കരിക്കാനായി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മുസ്ലിം മിഷണറിമാർ കേരളത്തെ ഇസ്ലാമവൽക്കരിക്കാനായി ഏതെല്ലാം തന്ത്രങ്ങളാണ് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ തന്ത്രങ്ങളിൽ മൂന്നാമത്തതാണ് ഇപ്പോൾ നമ്മൾ വിവരിക്കാൻ പോകുന്നത്. അതായത് ബ്രിട്ടനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനായി വുൾവർഹാംപ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ആ പ്രൊഫസർ മുസ്ലിം യുവാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ആ 3 തന്ത്രങ്ങളിൽ മൂന്നാമത്തെ തന്ത്രം അതിതാണ്: അടിസ്ഥാന വ്യാപാര മേഖലകളിൽ പണം മുടക്കുക. ഇൻവെസ്റ്റ് ഇൻ കീ ബിസിനസ് സ്ട്രക്ചേഴ്സ്. ഏറ്റവും നിഗൂഢവും ഫലപ്രദവുമായ തന്ത്രം ഇതാണ്. അതായത് ഒരു ജനതയെ മൊത്തത്തിൽ നേരിട്ട് ബാധിക്കുന്ന വ്യവസായ സംരംഭങ്ങളിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കണം. എങ്കിൽ മാത്രമേ പൊതുജനത്തെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കൂ, ഒരു രാജ്യത്തെ ഇസ്ലാമവൽക്കരിക്കാൻ സാധിക്കൂ എന്നായിരുന്നു 1990കളിൽ ആ അധ്യാപകൻ മുസ്ലിം യുവാക്കളോട് പറഞ്ഞിരുന്നത്. അല്ലാതെ വല്ല ഇറച്ചിക്കടയോ ടെക്സ്റ്റൈൽ ഷോപ്പോ പലചരക്കോ ബാർബർ ഷോപ്പോ ഒന്നും നടത്തിയാൽ പോരാ. കൺവേർട്ട് ദ കൾച്ചർ എന്ന ഉദ്ദേശം പ്രാവർത്തികമാക്കണമെങ്കിൽ അതിനു പ്രാപ്തിയുള്ള കച്ചവടങ്ങൾ നടത്തണമെന്നായിരുന്നു ഉപദേശം. ഉദാഹരണത്തിന്, ക്രിസ്ത്യൻ കൾച്ചറുള്ള UK 2932 ശാഖകളുള്ള ടെസ്കോ എന്ന സൂപ്പർ മാർക്കറ്റ് കൈക്കലാക്കിയാൽ അവയിൽ എല്ലാ വർഷവും നടത്തുന്ന ക്രിസ്മസ് സെയിലിനോടൊപ്പം ഈദ് സെയിൽസ് കൂടി നടത്താൻ സാധിക്കും. തൽഫലമായി പാശ്ചാത്യ ലോകത്തെ ഈദും ഒരു ദേശീയ ഉത്സവമായി മാറും. പിന്നീട് പതിയെ ക്രിസ്മസ് സെയിൽസ് നിർത്തി ഈദ് സെയിൽസ് മാത്രമായിരിക്കും വരിക. ഇങ്ങനെയാണ് സംസ്കാരത്തെ കൺവേർട്ട് ചെയ്യുന്നത്. കൺവേർട്ട് കൾച്ചർ എന്ന തന്ത്രം ഉപയോഗിക്കുന്നത്. ഇതെല്ലാം മതക്കാർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ, അല്ലാതെ മുസ്ലിമുകൾക്ക് മാത്രമുള്ളതല്ല. ഞാൻ അവരെ കുറ്റം പറയരുതേ, അവർ കൂടുതൽ ബുദ്ധി പോയി ചെയ്തു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി കേരളത്തിൽ ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്, ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന, നിങ്ങൾക്കത് കൂടുതലായിട്ട് അറിയാവുന്ന. വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ മേടിക്കണമെങ്കിൽ വളരെയധികം പണം വേണമെന്ന് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിക താല്പര്യങ്ങൾ നടപ്പിൽ വരുത്താനായി വേണ്ടി വരുന്ന പണം, വേണ്ടി വന്നേക്കാവുന്ന പണം വരാൻ ഒരു മാർഗമുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പേ മുസ്ലിം യുവാക്കളോട് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് ബ്രിട്ടീഷുകാരനായ മുഹമ്മദ് ഹുസൈൻ, എഡ് ഹുസൈൻ എന്ന ഇസ്ലാമിസ്റ്റ് തൻ്റെ ഇസ്ലാമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ 81-ാം പേജിൽ സൂചിപ്പിക്കുന്നുണ്ട്. 1990കളിൽ നടന്ന ബോസ്നിയ സെർബിയ യുദ്ധകാലത്ത് ഇംഗ്ലണ്ടിലെ മുസ്ലിം യുവാക്കളെ ജിഹാദിന് പോകാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഹിസ്ബുൾ താഹിർ എന്ന തീവ്രവാദ സംഘടനയുടെ ഒരു നേതാവ് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് ആ വാചകം: "We had the guns, we had the military capacity and we had the wealth of the Gulf states." ഗൾഫ് നാടുകളിൽ നിന്നും ജിഹാദിന് വേണ്ടി പണം വരുന്നുണ്ട് എന്ന രഹസ്യം ആദ്യമായി പരസ്യമാക്കിയത് അദ്ദേഹം. അങ്ങനെ മണി ഫ്രം ദ ഗൾഫ് സ്റ്റേറ്റ്സ് ഉപയോഗിച്ച് ഏതെങ്കിലും ഇസ്ലാമിസ്റ്റുകൾ മക്ഡൊണാൾഡ്സോ KFC പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ വാങ്ങിക്കുകയും റംസാൻ മാസത്തിൽ പകൽ മുഴുവൻ അടച്ചിടുകയും ചെയ്താൽ പാശ്ചാത്യ ലോകത്തുണ്ടാകാവുന്ന സാംസ്കാരിക മാറ്റം എത്ര വ്യാപ്തിയുള്ളതായിരിക്കും എന്ന് ഓർക്കുക. ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ്
ഇൻവെസ്റ്റ് ഇൻ കീ ബിസിനസ് സ്ട്രക്ചേഴ്സ്, അടിസ്ഥാന വ്യാപാര മേഖലയിൽ മുതൽ മുടക്കുക എന്ന തന്ത്രത്തിൽ കൂടി പ്രതീക്ഷിക്കുന്നത്. ഈ തന്ത്രം എല്ലാവർക്കും പ്രയോഗിക്കാം. ഒരു നിയമത്തിനും ഇതിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല. ഏറ്റവും സേഫായ തന്ത്രം ഇതാണ്. അല്ലെങ്കിൽ വേണ്ടവരൊക്കെ പരീക്ഷ നോക്കിക്കോളൂ, ആരും നിങ്ങളെ തടയില്ല. ഇല്ലേ, തടയില്ല. ഈ തന്ത്രത്തിൻ്റെ ഫലം നേരിട്ട് അനുഭവിച്ച ഒരു സംഭവം ഞാൻ പറയാം. 2022 ഇംഗ്ലണ്ടിലെ ഒരു ടാക്സി കമ്പനിയിൽ നിന്ന് 2 ടാക്സികൾ മുൻകൂർ ബുക്ക് ചെയ്തു. പക്ഷേ സമയമായപ്പോൾ അവർ ടാക്സി ഒന്നുമില്ല. അപ്പോൾ അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, അന്ന് ഇസ്ലാമിലെ ഏതോ വിശേഷ ദിവസം ആയതുകൊണ്ട് ഡ്രൈവർമാരാരും ഇല്ല എന്ന്. അവസാനം വേറെ ടാക്സി വിളിച്ച് യാത്ര ചെയ്യേണ്ടി വന്നു. തൽഫലമായി സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെ പല അസൗകര്യങ്ങളും ഉണ്ടായി. അന്ന് 100 കണക്കിന് ബ്രിട്ടീഷുകാർക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കണം. അവരൊക്കെ തത്സമയം ശാപവാക്കുകൾ പറയുകയും ഇനി ഒരിക്കലും ആ കമ്പനിക്കാരെ വിളിക്കില്ല എന്ന് ശപഥം ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും ഇസ്ലാമിസ്റ്റുകൾ ഉദ്ദേശിച്ച കാര്യം നടപ്പിലായി. അതായത് ബ്രിട്ടനിൽ ഇസ്ലാം എന്നൊരു മതമുണ്ടെന്നും അതിൽ വിശ്വസിക്കുന്ന ധാരാളം മുസ്ലിമുകളുണ്ടെന്നും അവർക്ക് ബ്രിട്ടീഷ് സൊസൈറ്റിയുടെ താളം തെറ്റിക്കാൻ തക്ക പ്രാപ്തി ഉണ്ടെന്നും ഉള്ള ഒരു പാഠം അന്ന് ടാക്സി വിളിച്ച ബ്രിട്ടീഷുകാർ പഠിച്ചു. സാധാരണയായി വെള്ളക്കാർ അവധിക്ക്, അതായത് ടൂറിന് പോകാനും ആഘോഷങ്ങൾ നടത്താനും പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യമേ നോക്കുന്ന ആ സമയം ക്രിസ്മസ് സീസണാണോ, ഈസ്റ്റർ സീസണാണോ, അല്ലെങ്കിൽ ആ ദിവസങ്ങൾ ഫുട്ബോൾ മാച്ച് ഉണ്ടോ എന്നൊക്കെയാണ്. എന്നാൽ ഇനിമേൽ ഏതൊരു തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴും ഓർക്കേണ്ടത് ആ സമയം ഈദിൻ്റെ കാലമാണോ റമദാൻ കാലമാണോ എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു പുതിയ സംസ്കാരം ജന്മമെടുക്കും. അടിസ്ഥാന വ്യാപാര മേഖലകളിൽ മുതൽ മുടക്കുക, ഇൻവെസ്റ്റ് ഇൻ കീ ബിസിനസ് സ്ട്രക്ചേഴ്സ് എന്ന തന്ത്രത്തിൻ്റെ ഫലപ്രാപ്തി. കേരളത്തിൽ ഈ തന്ത്രം പ്രയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പം പല കാര്യങ്ങളും വരുന്നുണ്ടായിരിക്കും അല്ലേ. ഇസ്ലാമവൽക്കരണത്തിന് വേണ്ടി UK ഉപയോഗിക്കുന്ന മറ്റൊരു കീ ബിസിനസ് സ്ട്രക്ചറാണ് റിയൽ എസ്റ്റേറ്റ്, അഥവാ സ്ഥാവര വസ്തുക്കൾ, ഭൂമി, കെട്ടിടങ്ങൾ തുടങ്ങിയവയുടെ വ്യവസായം. ഈ ഫീൽഡിലും ഈ തന്ത്രം നല്ല വിജയം നേടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ആംഗ്ലിക്കൻ ചർച്ച്, അതായത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പല പള്ളികളും അവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകൾ ആവശ്യം പോലെ അവ വാങ്ങിച്ചു കൂട്ടി മോസ്കുകളാക്കുകയാണ് ചെയ്യുന്നത്. UK മുസ്ലിമുകൾക്ക് പുതിയ മോസ്കുകൾ പണിയാൻ പണമില്ലാഞ്ഞിട്ടല്ല അവർ പഴയ ക്രിസ്ത്യൻ പള്ളികൾ വിലയ്ക്ക് വാങ്ങുന്നത്. ഇസ്ലാമവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എവിടെ നോക്കിയാലും ക്രിസ്ത്യൻ പള്ളികൾ കണ്ടിരുന്ന നിങ്ങൾ ഇനി എവിടെ നോക്കിയാലും മുസ്ലിം പള്ളികളായിരിക്കും കാണുക. ഇതൊരു ഇസ്ലാമിക രാജ്യമാണ് എന്നവർ പറയാതെ പറയുകയാണ് ഈ പള്ളി മേടിക്കൽ പദ്ധതിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ ഇസ്ലാമവൽക്കരിക്കാനായും റിയൽ എസ്റ്റേറ്റ് എന്ന ആയുധം ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലേ. എന്ത് വില കൊടുത്തും അമുസ്ലിമുകളുടെ സ്ഥലം വാങ്ങിക്കൂട്ടുക എന്നത് ഒരു യുദ്ധരീതിയാണ്. ആരുടെയും തലവെട്ടാതെ, ആരെയും കരയിപ്പിക്കാതെ, മറിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച്, വൻ തുക കൊടുത്ത് സന്തോഷിപ്പിച്ച് ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്ന തന്ത്രം. അടിസ്ഥാന വ്യാപാര മേഖലകളിൽ മുതൽ മുടക്കുക, ഇൻവെസ്റ്റ് ഇൻ കീ ബിസിനസ് സ്ട്രക്ചേഴ്സ് എന്ന തന്ത്രം. വഖഫ് ഭൂമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് പൊങ്ങി വന്നല്ലേ. ഇനി അതൊന്നും വിശകലനം ചെയ്യുക നിങ്ങൾ. എന്തായിരുന്നു ഇത്രയും നാൾ ഓർക്കാതിരുന്ന വഖഫ് ഭൂമി കാര്യം ഇപ്പം പൊടുന്നനെ പൊന്തി വരാൻ എന്താ കാരണം എന്ന്? ഇതെല്ലാം ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ഈ തന്ത്രം, അതായത് റിയൽ എസ്റ്റേറ്റിൽ കൂടി തന്നെ ഒരു രാജ്യം തന്നെ സ്ഥാപിക്കാം എന്ന സത്യം ലോകത്തെ പഠിപ്പിച്ചത് യഹൂദന്മാരായിരുന്നു. 1882 മുതൽ
ലോകത്തെമ്പാടുമുള്ള ധനികരായ യഹൂദർ പാലസ്തീൻ എന്ന പ്രദേശത്തെ മരുഭൂമിയായി കിടന്ന സ്ഥലങ്ങളെല്ലാം പൊന്നും വില കൊടുത്ത് വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. തൽഫലമായി വെറും 66 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 1948 ഇസ്രായേൽ എന്നൊരു രാജ്യം ഈ ഭൂമുഖത്ത് പിറന്നു വീണു. ഈ തന്ത്രം വിജയിക്കാൻ അധിക കാലം വേണ്ട എന്ന കാര്യം കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറക്കരുത്. ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ നിങ്ങൾക്ക് ഗാസയിലെ ജനങ്ങളുടെ ഗതിയായിരിക്കും വരാൻ പോകുന്നത്. ഇനി ഇതേ തന്ത്രത്തിൽ കൂടി ഹിന്ദുക്കൾക്ക് ഹിന്ദു രാജ്യവും ക്രൈസ്തവർക്ക് ക്രിസ്ത്യൻ രാജ്യവും സ്ഥാപിക്കാൻ സാധിക്കും. അല്ലാതെ ഇത് മുസ്ലിമുകൾക്കോ അല്ലെങ്കിൽ യഹൂദന്മാർക്കോ മാത്രമുള്ള കാര്യമല്ല. ഇനി പറ, ഇന്നുള്ള യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് അടിസ്ഥാന വ്യാപാര മേഖലകളിൽ പണം മുടക്കുക, തൊഴിൽ മേഖലയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുക, ഭരണകൂടത്തിലെ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുക എന്നീ തന്ത്രങ്ങൾ കേരളത്തിൽ പ്രയോഗിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെ പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ ഇസ്ലാമവൽക്കരിക്കാം എന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ തന്നെ വിലയിരുത്തുക. ദാറ്റ്സ് ഓൾ.